വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാകും ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ലോക്സഭയിൽ ബിൽ പാസ്സാകാൻ 272 വോട്ടുകൾ മതിയാകും. ബില്ലിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം ജനതയും. ബില്ലിനെ എതിർക്കുന്ന LDF, UDF MP-മാർക്കെതിരെ ക്രൈസ്തവ സഭകളും രംഗത്തുണ്ട്. കോൺഗ്രസ് MP-മാർക്കെതിരെ ഹൈബി ഈഡൻ MP-യുടെ ഓഫീസ് പരിസരത്ത് ഇന്നലെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുനമ്പം ജനതയുടെ പേരിലായിരുന്നു ഈ പോസ്റ്റർ. ജിഷ്ണു കൃഷ്ണൻ, രേഷ്മ ബാബു എന്നിവർ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണുവിലേക്ക് ആദ്യം. ജിഷ്ണു, വഖഫ് ഭേദഗതി ബിൽ തുല്യനീതിക്കായി ഇന്ന് 12 മണിയോടുകൂടി ലോക്സഭയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കും. ബില്ല് അവതരിപ്പിക്കുമ്പോൾ NDA സംബന്ധിച്ച് BJP സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള അംഗങ്ങളുടെ തികയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ കൃത്യമായ ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ട്. അതായത് 272 അംഗങ്ങളുടെ പിന്തുണയാണ് ബില്ല് പാസ്സാക്കുന്നതിനായി വേണ്ടത്. 300-നടുത്ത അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ, അതായത് ഘടകകക്ഷികളുടെയും മറ്റ് MP-മാരുടെയും ഉൾപ്പെടെയും 300-നടുത്ത MP-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതുകൊണ്ട് ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ആശങ്കയില്ല. അതിനപ്പുറത്തേക്ക് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന ഈ മുനമ്പം സമരസമിതി ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡിന്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ആഹ്വാനമുണ്ട്. ഒപ്പം KCBC-യും CBCI-യും ഉൾപ്പെടെ കത്തോലിക്ക സഭയുൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹവും ഈ വഖഫ് നിയമ ഭേദഗതിയെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ MP-മാരും പാർലമെന്റിൽ പിന്തുണയ്ക്കണം എന്ന ആവശ്യമാണ് അവരെല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, ഒപ്പം മറ്റ് പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ബില്ലിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. നിലവിൽ പരസ്യ പ്രസ്താവന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് വഖഫ് ബില്ലിനെ പൂർണ്ണമായും എതിർക്കും എന്നുള്ളതാണ്. അതായത് 2024 ഓഗസ്റ്റിലാണ് കിരൺ റിജിജു ആദ്യമായി ലോക്സഭയിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. അന്ന് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു ബില്ല് വിശദമായ പരിശോധനയ്ക്കും ചർച്ചകൾക്കുമായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി വിട്ടിട്ടുള്ളത്. കഴിഞ്ഞൊരു 6 മാസത്തിലധികം സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വിശദമായ പരിശോധന, ഇഴകീറിയുള്ള പരിശോധനയും ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്ന മേഖലകളിലും ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി സന്ദർശനം നടത്തി. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും മുസ്ലിം സംഘടനാ പ്രതിനിധികളുമായും ഒപ്പം ഈ പ്രശ്നം നേരിടുന്ന ആളുകളുമായെല്ലാം തന്നെ വിശദമായ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയ ശേഷം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തന്നെ പ്രതികരിച്ചിരുന്നത്, നിലവിൽ രാജ്യത്ത് വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഭൂമി പിടിച്ചെടുക്കുകയാണ് എന്ന പ്രതികരണം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗങ്ങൾ പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. അതായത് വഖഫ് ബോർഡ് നിലവിൽ ഉള്ള അനിയന്ത്രിതമായ അധികാരങ്ങൾ യാതൊരു തരത്തിലും രാജ്യത്ത് നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിൽക്കാതെ വഖഫ് ബോർഡിനും വഖഫ് ട്രൈബ്യൂണലിനുമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോർഡ് അനധികൃതമായി ഭൂമി കൈയടക്കുന്നു എന്ന ആരോപണം, എന്ന പ്രതികരണം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗങ്ങൾ പോലും നടത്തിയിരുന്നു. തുടർന്ന് 14 മാറ്റങ്ങൾ ശുപാർശ ചെയ്തുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചത്. ആ ശുപാർശകൾ കൂടി പരിഗണിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കുക. നമുക്ക് ബില്ലിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ ബില്ലിലെ ഏറ്റവും സുപ്രധാനമായ പോയിന്റ് എന്നുള്ളത്, ഒരു ഭൂമി ഇനി മുതൽ വഖഫായി പ്രഖ്യാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വഖഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നിലവിൽ അത് വാക്കാൽ പറയുകയും ആ ഭൂമിക്ക് നോട്ടീസ് നൽകുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, ഇനി മുതൽ വഖഫ് ഭൂമിക്ക് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. നമുക്കറിയാം, വഖഫ് ബോർഡ് ഒരു ഭൂപ്രദേശത്ത് ഇത്ര അധികം ഭൂമി, അല്ലെങ്കിൽ ഇത്ര ഏക്കർ ഭൂമി, ഇത്ര സെന്റ് ഭൂമി അത് വഖഫിൻ്റെതാണ്, ഇത്ര കാലങ്ങൾക്ക് മുൻപ് അത് വഖഫ് ചെയ്തതാണ് എന്ന നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വഖഫിൻ്റെതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിലവിൽ ആ ഭൂമിയുടെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലുമാണ്. അത്തരത്തിൽ വഖഫ് ട്രൈബ്യൂണലിൽ പോകുമ്പോൾ നിലവിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഇത്തരം പരാതികളുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ 95 കേസിലധികവും വഖഫ് ബോർഡിന് അനുകൂലമായ നിലപാടാണ് വഖഫ് ട്രൈബ്യൂണൽ കൈക്കൊണ്ടിട്ടുള്ളത്. അത്തരത്തിൽ വഖഫ് ട്രൈബ്യൂണൽ ഒരു അന്തിമ നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ രാജ്യത്തെ മറ്റ് കോടതികളിലേക്ക് ഈ ഭൂമിയുടെ നിലവിലെ ഉടമസ്ഥന് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. അത്തരത്തിൽ അനിയന്ത്രിതമായ അധികാരമാണ് 1995 വഖഫ് നിയമത്തിലും പിന്നീട് 2013 കൊണ്ടുവന്ന ഭേദഗതിയിലും കോൺഗ്രസ് സർക്കാരുകൾ വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ എടുത്തു കളയുന്നു. ഒന്ന്, രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വഖഫിന് ഭൂമിയിന്മേൽ അധികാരം, അവകാശം ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. 2, വഖഫ് ട്രൈബ്യൂണൽ ഒരു നിലപാട്, അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ പരാതി ഉണ്ടെങ്കിൽ, ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ആ ഉടമസ്ഥന് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. നിലവിൽ അത്തരത്തിലൊരു നിയമസാധ്യത, നിയമപരിരക്ഷ
വഖഫ് ഭൂമി അവകാശവാദം ഉന്നയിക്കുന്ന ഇരകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇനി മുതൽ വഖഫ് ട്രൈബ്യൂണൽ ഒരു നിലപാട് സ്വീകരിച്ച് അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ പരാതി ഉണ്ടെങ്കിൽ 90 ദിവസത്തിനകം ഈ ഇരയ്ക്ക് അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഉടമസ്ഥന് ആ ട്രൈബ്യൂണലിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോകാൻ സാധിക്കും. മറ്റൊന്ന്, വഖഫ് ബോർഡിൽ അമുസ്ലിമുകളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നു. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ കൃത്യമായ കണക്കുകൾ പരിശോധിക്കുന്നു. ഭൂമി സർവേ ചെയ്യുന്നതിനായി ആദ്യം അവതരിപ്പിച്ച ബില്ലിൽ 2024 ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ഭൂമി സർവേ ചെയ്യാനുള്ള അധികാരം, അത് നിർദ്ദേശിക്കാനുള്ള അധികാരം കളക്ടർക്കായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അതിലൊരു മാറ്റം ഈ ഇന്ന് അവതരിപ്പിക്കുന്ന പുതിയ ബില്ലിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വഖഫ് ബോർഡിൽ വരുമ്പോൾ അത് പരിശോധിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് അത് ചെയ്യാൻ സാധിക്കും. അതായത് നിലവിൽ വഖഫ് ബോർഡിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന് തന്നെ ഭൂമി സർവേ നടത്താനും അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും സാധിക്കും. അത്തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, വഖഫ് ബോർഡിനെ തകർക്കുന്നതോ അതിൻ്റെ അധികാരങ്ങൾ പൂർണ്ണമായോ വെട്ടിച്ചുരുക്കുന്നതിനപ്പുറത്തേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക, ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് 12 മണിയോടുകൂടി കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച നിലവിൽ ലോക്സഭയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ കക്ഷി